നമ്മൾ ഹീം സിന്തസിസ് പറഞ്ഞു, മറ്റേ ഹീം മെറ്റബോളിസത്തിൽ ഹീം സിന്തസിസ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഹീം കെറ്റബോളിസം ആണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഹീം മെറ്റബോളിസത്തിൽ ഒരു പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റബോളിസത്തിൽ മറ്റേ ഞാൻ പറഞ്ഞു സൈറ്റോസോളിക്കുമാണ് മൈറ്റോകോൺട്രിയലാണെന്ന് പറഞ്ഞു. ഇനി ഈ ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് 3 സ്റ്റെപ്പുമാണ് മൈറ്റോകോൺട്രിയൽ. ബാക്കി സ്റ്റെപ്സ് നമ്മൾ 2, 3, 4 ആണ് സൈറ്റോസോളിക്ക് വരുന്നത്. ഇനി കെറ്റബോളിസം പറയാം. അപ്പോൾ ഞാനിവിടെ ഹീം കെറ്റബോളിസം എഴുതിയപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ബിലിറുബിൻ മെറ്റബോളിസം എഴുതിയിട്ടില്ലേ. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ പാരലൽ ടോപ്പിക്സ് ആണ്. നമ്മൾ ഹീം കെറ്റബോളിസത്തിൽ തന്നെ വരുന്ന ഒരു സാധനമാണ് ബിലിറുബിൻ മെറ്റബോളിസം. എന്താ വെച്ചാൽ ഈ ഹീം കെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിലിറുബിൻ സിന്തസിസ്, ലൈക്ക് ബിലിറുബിൻ ആണ് അവിടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ ആ ടോപ്പിക്കിൽ തന്നെ വരുന്നതാണ് ബിലിറുബിൻ്റെ എക്സ്ക്രീഷൻ. ബിലിറുബിനെ പിന്നെ വേറെ സംഭവങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ എക്സ്ക്രീഷനും കൂടെ വരുന്നുണ്ട്. അതല്ലേ ബിലിറുബിൻ കെറ്റബോളിസം. അപ്പം രണ്ടും ഇപ്പം ഹീം ഒന്നില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് മെയിനായിട്ട് ഹീം കെറ്റബോളിസം അങ്ങനെ ചോദിച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ തന്നെ ബിലിറുബിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബിലിറുബിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. എന്ത് വന്നാലും സെയിം സാധനം തന്നെയാണ്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഫസ്റ്റ് സംഭവം നമ്മൾ എഴുതേണ്ടത് സൈറ്റ് നേരത്തെ നമ്മൾ സിന്തസിസിൻ്റെ സൈറ്റ് പറഞ്ഞു. അതേപോലെ ഇതിൻ്റെ സൈറ്റ് വരുന്നത് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റം ഓഫ് ലിവർ, സ്പ്ലീൻ ആൻഡ് ബോൺ മാരോ. അപ്പോൾ ഓർഗൻ വൈസ് പറയുകയാണെങ്കിൽ ലിവർ, സ്പ്ലീന്, ബോൺ മാരോ. ഓക്കെ, ഇനി നമുക്ക് ഹീം എവിടെ നിന്നാണ് കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ ഹീം വരുന്നത് ഹീമോഗ്ലോബിൻ അല്ലേ. ഹീമോഗ്ലോബിൻ എവിടെ നിന്നാണ് വരുന്നത്? RBC. സോ RBC ആഫ്റ്റർ 120 ഡേയ്സ് അതിൻ്റെ സെനസെൻറ്റ് ലൈഫ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സെനസെൻറ്റ് ലൈഫ് അല്ല സെനസെൻറ്റ് ആകുന്ന സമയത്ത്, ഓക്കെ, അതിൻ്റെ ലൈഫ് പീരീഡ് ഇല്ലേ, ലൈഫ് സ്പാൻ കഴിയുന്ന സമയത്ത് RBC എന്ത് ചെയ്യും? മൈക്രോഫേജ് എടുക്കും. എന്നിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അല്ലെങ്കിൽ അതിൽ നിന്ന് ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്തിട്ട് അപ്പോൾ ഹീമോഗ്ലോബിനിൽ എന്തുണ്ട്? ഹീമുണ്ട്, ഗ്ലോബിൻ ഉണ്ട്. ഗ്ലോബിനസ് ടേക്കൺ അത് അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അത് വീണ്ടും ഹീമോഗ്ലോബിൻ സിന്തസിസിന് എടുക്കും. ഹീമാണ് നമ്മൾ ഇവിടുത്തെ മെയിൻ ആൾ. അതിൻ്റെ മെറ്റബോളിസമാണ് നമ്മളിനി പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഹീം ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ഹീം ഓക്സിജനൈസ്. ഹീം ഓക്സിജനൈസ് എന്ന് പറഞ്ഞൊരു എൻസൈം, ഇറ്റ് ഈസ് എൻ NADPH ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ ഇറ്റ് ഈസ് എ മൈക്രോസോമൽ എൻസൈമാണ്. മൈക്രോസോം അറിയില്ല, ഇറ്റ് ഈസ് എൻ ലൈക്ക് ഓർഗനാണ്, ഓർഗനല്ലയാണ്. അപ്പോൾ സെല്ലിലത്തെ ഒരു ഓർഗനല്ലയാണ് മൈക്രോസോം. അതിൽ കുറേ എൻസൈംസ് ഉണ്ട്. ഓക്കെ, അതിലത്തെ വൺ ഓഫ് ദി എൻസൈമാണ് ഹീം ഓക്സിജനൈസ്. ഓക്കെ, അപ്പോൾ ഹീം ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ഹീം ഓക്സിജനൈസ്. ഇറ്റ് ഈസ് NADPH ഡിപ്പെൻഡ്. അപ്പോൾ നമ്മൾ NADPH കാണിക്കണം. അതുപോലെ തന്നെ ഓക്സിജനൈസ് ആയിട്ട് ഓക്സിജനേഷൻ നടക്കുന്നു, അപ്പോൾ ഓക്സിജനും കൂടെ കാണിക്കണം. ആ ഒരു റിയാക്ഷൻ്റെ സമയത്ത് FE നമ്മുടെ ഹീമിലുള്ള FE റിലീസാവുന്നുണ്ട്. അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡും റിലീസാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാർബൺ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ റിലീസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്വസ്റ്റ്യനായിട്ട് MCQ വരുന്ന വൺ ഓഫ് ദ ക്വസ്റ്റ്യനാണ്. MCQയിൽ കുറേ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ കാർബൺ മോണോക്സൈഡ് ഏതാണ് റിലീസ് ചെയ്യുന്ന? കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ പല കുറേ ഓപ്ഷൻ തരും. അപ്പോൾ ആൻസർ വരെ കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഹീം നമ്മൾ പറഞ്ഞൊരു റിംഗ് സ്ട്രക്ചർ അല്ലേ, പൈറോൾ റിംഗ് അല്ലേ. അപ്പം ഈ ഒരു ഓക്സിജനേഷൻ ചെയ്യുന്ന സമയത്ത് റിങ്ങൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലീനിയർ പൈറോൾ മോളിക്യൂൾ ഫോം ചെയ്യും. ആ ലീനിയർ പൈറോൾ മോളിക്യൂളിൻ്റെ പേരാണ് ബിലിവേർഡിൻ. ഇറ്റ് ഈസ് ഗ്രീൻ കളർ. ഓക്കെ, ഈ ബിലിവേർഡിൻ അണ്ടർഗോ റിഡക്ഷൻ ബൈ ലൂസിങ് ബിലിവേർഡിൻ റിഡക്ടേസ്. എന്നിട്ട് നമുക്ക് ബിലിറുബിൻ കിട്ടും. ഓക്കെ, ഈ ബിലിറുബിന് യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ ബിലിവേർഡിൻ പറഞ്ഞത് ഗ്രീൻ കളർ, ഇവിടെ ബിലിറുബിൻക്ക് യെല്ലോ കളറാണ്. ഇറ്റ് ഈസ് ടോക്സിക് ആൻഡ് ഇറ്റ് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. അങ്ങനെ ഇപ്പം ഉണ്ടായിട്ടുള്ള ബിലിറുബിൻ ഇല്ല, അതിൻ്റെ പേരാണ് അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ, അല്ലെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് ബിലിറുബിൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇനി നമുക്ക് ഈ ബിലിറുബിൻ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്യണം. ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിലിറുബിൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ബ്ലഡിൽ റിലീസ് ചെയ്യും. അപ്പോൾ ബ്ലഡിൽ എന്തുണ്ട്? ആൽബുമിൻ ഒക്കെ ഉണ്ട് ഇല്ലേ. ഓക്കെ, അപ്പം ബ്ലഡിൽ നമ്മുടെ ആൽബുമിന് വന്നിട്ട് എന്ത് ചെയ്യും? ബിലിറുബിൻ ബൈൻഡ് വിത്ത് ആൽബുമിൻ. ഓക്കെ, എന്നിട്ടൊരു ബിലിറുബിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് ഈ ഒരു കോംപ്ലക്സ് ഇതിൽ ആൽബുമിൻ ഈസ് യൂസ് ടു ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്തതാണ്. ഓക്കെ, മെയിനായിട്ട് അപ്പോൾ ബിലിറുബിൻ കോംപ്ലക്സ് ഇറ്റ് ഈസ് ക്യാരിഡ് ടു ദ ലിവർ ഫ്രം ബ്ലഡ്. ഇപ്പം ആൽബുമിൻ എന്താ ചെയ്യുന്നത്? ബ്ലഡിൽ നിന്ന് നമ്മുടെ ബിലിറുബിനെ ലിവർക്ക് ക്യാരി ചെയ്യും. അപ്പം അപ്പോൾ ലിവറിൽ എത്തുന്ന സമയത്ത് ഇറ്റ് ഈസ് കോംപ്ലക്സ് ആയിട്ടാണ് ബിലിറുബിൻ്റെ കൂടെ എന്തും കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, ആൽബുമിനും കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി അതിന് ശേഷമുള്ള സാധനങ്ങൾ നമ്മൾ 3 സ്റ്റെപ്പിലാണ് പറയാം. ഓക്കെ,
ഇപ്പോൾ നമ്മൾ ലിവറിലെത്തി. ഇപ്പോൾ ലിവറിൻ്റെ സെൽസിൻ്റെ പേര് എന്താ? ഹെപ്പറ്റോസൈറ്റ്സ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് അപ്ടേക്ക് ഓഫ് ബിലിറുബിൻ ബൈ ദ ഹെപ്പറ്റോസൈറ്റ്സ്. ആദ്യം നമ്മുടെ ലിവറിൻ്റെ സെൽസ് ബിലിറുബിനെ എടുക്കണം. നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയ സാധനം എന്താ? അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ. അതിന് നമുക്ക് എന്ത് ചെയ്യണം? കോൺജുഗേറ്റ് ആക്കണം. അത് ലിവറിലാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ ദിസ് ബിലിറുബിൻ ഈസ് സെക്രീറ്റഡ് ഇൻ ടു ദ ബൈലിൽ പോയിട്ട് സെക്രീറ്റ്. ഈ 3 സാധനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അപ്ടേക്ക് ഓഫ് ബിലിറുബിൻ ബൈ ദ ഹെപ്പറ്റോസൈറ്റ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പം ഈ നമ്മൾ വരച്ചിട്ടുള്ള ഈ സാധനം അതാണ് ഹെപ്പറ്റോസൈറ്റ് ആയിട്ട് വിചാരിക്കുക. അപ്പം നമ്മുടെ ലിവറിലെത്തും. ഓക്കെ, ലിവറിൽ ആരെത്തും? ബിലിറുബിൻ മാത്രമല്ല, ബിലിറുബിൻ്റെ കൂടെ ആൽബുമിനും കൂടെ ഉണ്ട്. എന്നിട്ട് ഈ ബിലിറുബിൻ ഉള്ളിലേക്ക് കയറും. ബിലിറുബിൻ ഉള്ളിൽ കയറുന്ന സമയത്ത് ആൽബ്യൂമിൻ കയറില്ല. അപ്പോൾ ആൽബ്യൂമിൻ ഇവിടുന്ന് പോകും, ഡിറ്റാച്ച് ആവും. ഓക്കെ, അപ്പോൾ ഹെപ്പറ്റോസൈറ്റിൽ കയറുന്ന മുന്നേ ആൽബുമിൻ വിൽ ഡിറ്റാച്ച് ഫ്രം ദ ബിലിറുബിൻ. എന്നിട്ട് ബിലിറുബിൻ മാത്രമാണ് ഉള്ളിലേക്ക് കയറുക. ആൻഡ് ഇവിടെ നടക്കുന്ന ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഓക്കെ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ ഇതൊക്കെ ഇൻസൈഡ് ദ ഹെപ്പറ്റോസൈറ്റ്സ്. അപ്പോൾ ഇൻട്രാ ഹെപ്പാറ്റിക് പ്രോട്ടീൻസ് ഉണ്ട് 2 ഓക്കെ, ഇൻട്രാ ഹെപ്പാറ്റിക് പ്രോട്ടീൻ ഹെപ്പറ്റോസൈറ്റിക് പ്രോട്ടീനാണ്. ഹെപ്പാറ്റിക് അല്ല, ഇൻട്രാ ഹെപ്പറ്റോസൈറ്റിക് പ്രോട്ടീനാണ്. എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റോസൈറ്റ്സിൻ്റെ ഉള്ളിൽ 2 പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, ലിഗാൻഡിനും അതുപോലെ തന്നെ പ്രോട്ടീൻ വൈ എന്നും പറയാം, അല്ലെങ്കിൽ സെഡ് പ്രോട്ടീൻ. ഇതിന് 2 പേരുണ്ട്, പ്രോട്ടീൻ വൈ എന്നും പറയാം, അല്ലെങ്കിൽ സെഡ് പ്രോട്ടീൻ. ഓക്കെ, ലിഗാൻഡിനും ഉണ്ട്, സെഡ് പ്രോട്ടീനും ഉണ്ട്. 2 പ്രോട്ടീനും ഉള്ളിലുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഹെപ്പറ്റോസൈറ്റ് എടുത്തല്ലോ, അപ്പോൾ പ്രിവെൻറ്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബിലിറുബിൻ. തിരിച്ച് ബിലിറുബിൻ ബ്ലഡിലേക്ക് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കീപ് ദ ബിലിറുബിൻ ഇൻ സൊലുബിലൈസ്ഡ് ഫോം. ബിലിറുബിനെ സൊലുബിലൈസ്ഡ് ഫോമിൽ തന്നെ കീപ്പ് ചെയ്യാം. അപ്പം അപ്പോൾ ഇതിപ്പോൾ എന്തായി? ബിലിറുബിൻ ഉള്ളിലേക്ക് കയറുന്ന മുന്നേ ആൽബുമിൻ പോയി. ഓക്കെ, അപ്പം ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? 2 പ്രോട്ടീൻസ് ഉണ്ട്. ലിഗാൻഡിനും ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ സെഡും ഉണ്ട്, അല്ലെങ്കിൽ സെഡ് പ്രോട്ടീൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ വൈയും ഉണ്ട്. ഓക്കെ, ആ പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് എന്താ? പ്രിവെൻറ്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബിലിറുബിൻ. ഓൾസോ ഇറ്റ് കീപ് ദ ബിലിറുബിൻ ഇൻ ദ സൊലുബിലൈസ്ഡ് ഫോം. ഇനി അതാണ് ഫസ്റ്റ് സാധനം. ഇപ്പോൾ നമ്മൾ എന്തായി? അപ്ടേക്ക് ഓഫ് ബിലിറുബിൻ ഇൻ ടു ദ ഹെപ്പറ്റോസൈറ്റ് ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് എന്താ? കോൺജുഗേഷൻ ഓഫ് അൺകോൺജുഗേറ്റ്. ഇപ്പോൾ നമ്മൾ അൺകോൺജുഗേറ്റ് ഫോമിലുള്ള അതിനെ കോൺജുഗേറ്റ് ചെയ്യണം. ഇപ്പോൾ ലിവർ സെൽസിൻ്റെ ഉള്ളിൽ നിന്നാണ് കോൺജുഗേഷൻ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഹെപ്പറ്റോസൈറ്റിലെത്തി. ഇനി കോൺജുഗേഷനാണ്. ഈ UCG എന്ന് എഴുതിയിട്ടുള്ള എന്താ പറയുക? അൺകോൺജുഗേറ്റഡ് ബിലിറുബിനാണ്. എക്സാം എഴുതുമ്പോൾ കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ, ഈ ഷോർട്ടിൽ എഴുതിയിട്ടുള്ളൂ. അപ്പം ലൈക്ക് അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ എന്തായും ഒരു എൻസൈം ആക്റ്റീവ് എന്ന് പറയുമ്പോൾ UDP ഗ്ലൂക്കറോണൈൽ ട്രാൻസ്ഫറേസ്. ഈ എൻസൈം എന്ത് ചെയ്യും? വന്നിട്ട് ഒരു ഗ്ലൂക്കറോണൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, UDP ഗ്ലൂക്കറോണൈൽ ഗ്രൂപ്പ് എന്തിൽ ആഡ് ചെയ്യും? അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആഡ് ചെയ്തിട്ട് ബിലിറുബിൻ മോണോ ഗ്ലൂക്കറോണൈഡായി മാറും. ഒരു ഗ്ലൂക്കറോണൈഡ് ഗ്രൂപ്പ് ആഡ് ചെയ്താൽ മോണോ ഗ്ലൂക്കറോണൈഡ് ആവും ഇല്ലേ? എന്നിട്ട് വീണ്ടും അത് ആ ഒരു സെയിം എൻസൈം തന്നെ ആക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ബിലിറുബിൻ ഡൈഗ്ലൂക്കറോണൈഡ് കിട്ടും. ഈ ബിലിറുബിൻ ഡൈഗ്ലൂക്കറോണൈഡ് ഈസ് വാട്ടർ സൊല്യൂബിൾ ആണ്. ഇറ്റ് ഈസ് നോൺ ടോക്സിക് ആൻഡ് ഇറ്റ് ഈസ് ഈസിലി എക്സ്ക്രീറ്റഡ്. ഇപ്പോൾ കിട്ടിയ ആ ബിലിറുബിൻ ഡൈഗ്ലൂക്കറോണൈഡ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ കോൺജുഗേറ്റഡ് ബിലിറുബിൻ. അപ്പോൾ നമുക്ക് അൺകോൺജുഗേറ്റഡ് എന്തായി? കോൺജുഗേറ്റഡ് ആയി. അപ്പോൾ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ UDP ഗ്ലൂക്കറോണൈഡ് ട്രാൻസ്ഫറേസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബിലിറുബിൻ മോണോ ഗ്ലൂക്കറോണൈഡ് കിട്ടി. വീണ്ടും സെയിം എൻസൈം, അപ്പോൾ നമുക്ക് ബിലിറുബിൻ ഡൈഗ്ലൂക്കറോണൈഡ് കിട്ടി. ആൻഡ് ദിസ് ഈസ് വാട്ടർ സോലുബിൾ ആൻഡ് നോൺ ടോക്സിക്. സോ കോൺജുഗേറ്റഡ് ബിലിറുബിൻ. ഇനി ഈ ബിലിറുബിൻക്ക് എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, കോൺജുഗേറ്റഡ് ബിലിറുബിൻ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഇൻ കുറച്ച് ഭാഗം ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഇൻ ടു ബൈലിൽ പോയി സെക്രീറ്റ് ചെയ്യും. ബൈലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോവും, ഇൻറ്റസ്റ്റൈൻക്ക് പോകും. അങ്ങനെ ഒരു ഫേറ്റ് ഉണ്ട്. വേറൊരു ഫേറ്റ് തന്നെ, ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ എൻട്രാ ഹെപ്പാറ്റിക് സർക്കുലേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ടേക്കൺ അപ്പ് ബൈ ലിവർ ആൻഡ് ഇറ്റ് ഗോസ് ത്രൂ ദ എൻട്രാ ഹെപ്പാറ്റിക് സർക്കുലേഷൻ. ഇപ്പോൾ കോൺജുഗേറ്റ് ബിലിറുബിൻ്റെ ഫേറ്റ് എന്തൊക്കെ? സെക്രേറ്റഡ് ഇൻ ടു ബൈൽ, അവിടെ നേരെ ഇൻറ്റസ്റ്റൈൻക്ക് പോകും, എൻട്രാ ഹെപ്പാറ്റിക് സർക്കുലേഷനിക്ക് പോകും. അങ്ങനെ 2 ഫേറ്റാണ്. ഇനി ഈ ഒരു സംഭവമില്ലേ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ പറയാം. എന്താ വെച്ചാൽ സെക്രീഷൻ ഇൻ ടു ബൈൽ കനാലിക്കുലെ. അപ്പോൾ ബൈൽ കനാലിക്കുലെ പോയിട്ട് എന്ത് ചെയ്യും? ബിലിറുബിനെ സെക്രീറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു നമ്മുടെ ഹീമോഗ്ലോബിൻ ഹീം കെറ്റബോളിസത്തെ റൈറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പാണ്. ഏത് സ്റ്റെപ്പാണ്? ഈ സെക്രീഷൻ ഓഫ് ബിലിറുബിൻ ഇൻ ടു ബൈൽ കനാലിക്കുലെ. ഓക്കെ, കോൺജുഗേറ്റഡ് ബിലിറുബിനെ എവിടെ സെക്രീറ്റ് ചെയ്യൽ? ബൈൽ കനാലിക്കുലയിൽ പോയിട്ട് സെക്രീറ്റ് ചെയ്യുന്നതാണ് റൈറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. അപ്പോൾ ഇറ്റ് ഈസ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഇവിടെ ഒരു എന്താണ് പ്രോട്ടീൻസ് യൂസ് ചെയ്യുന്നത്. കുറച്ച് അവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആകുമ്പോൾ അവിടെ എന്തോ ഒരു
ഫെസിലിറ്റി ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് പ്രോട്ടീൻസ് ആ ട്രാൻസ്പോർട്ടിന് ആവശ്യമുണ്ട്. ആ പ്രോട്ടീൻസിൻ്റെ പേരാണ് മൾട്ടി ഡ്രഗ് MRP2. ഓക്കെ, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ലൈക്ക് പ്രോട്ടീൻ MRP. ഓക്കെ, MRP2 മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ലൈക്ക് പ്രോട്ടീൻ എന്ന് പറയും. ആൻഡ് ഈ ഒരു എൻസൈമിൽ ഈ നെയിം മനസ്സിലാക്കി വെച്ചാൽ MRP2 എന്ന് പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻസ് ഒക്കെ മൾട്ടി സ്പെസിഫിക് ഓർഗാനിക് ആനിയോൺ ട്രാൻസ്ഫർ MOAT കാറ്റഗറിയിൽ വരുന്ന MOAT എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസാണ്. ആ പ്രോട്ടീൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോട്ടീനാണ് ഇത്. ആ പ്രോട്ടീൻ യൂസ് ചെയ്തിട്ട് ആണ് എന്ത് നടക്കുന്നത്, സെക്രീഷനോ ബിലിറുബിൻ ഇൻറ്റു ബൈൽ കനാലിക്കിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൈലിറുബിൻ എവിടേക്ക് എത്തി, ബൈൽ കനാലിക്കുലിൽ എത്തി. അവിടെ നിന്ന് ബൈലിൽ പോയിട്ട് സെക്രീറ്റ് ചെയ്ത് ബൈലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് എടുക്കും, GIT വരും. GIT എന്ന് പറയുമ്പം ഗാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ എവിടെയോ പോയിട്ട് സെക്രീറ്റ് ചെയ്യില്ല, അവിടുത്തെ ഡുവോഡിനത്ത് പോകും. ഡുവോഡിനത്തിൽ നിന്ന് പിന്നെ തിരിച്ച് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഇലിയൺ കോളോൺ ആ ഭാഗത്ത് പോകും. ഇലിയൺ കോളോൺ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ സാധനം എത്തിയിട്ടുള്ളത്, കോൺജുഗേറ്റഡ് ആണോ അൺകോൺജുഗേറ്റഡ് ആണോ, കോൺജുഗേറ്റഡ് ബിലിറുബിന് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ഗ്ലൂക്കോറോണൈഡേസസ്. ഓക്കെ, ഗ്ലൂക്കോറോണൈഡേസസ് വന്നിട്ട് GLUCORONIDASES ആണ്. സ്പെല്ലിങ്ങനെ ഗ്ലൂക്കോറോണൈഡേസസ് വന്നിട്ട് ആക്റ്റീവ്. എന്നിട്ട് നമുക്ക് ഈ കോൺജുഗേറ്റ് ബിലിറുബിനെ തിരിച്ച് വീണ്ടും അൺകോൺജുഗേറ്റഡ് ആക്കും. ആരാണ് എൻസൈം, ഗ്ലൂക്കോറോണൈഡേസസ്. ഓക്കെ, ഇനി അൺകോൺജുഗേറ്റഡിനെ പിന്നെ ഈ അൺകോൺജുഗേറ്റഡ് ബിലിറുബിനിൽ ചില ബാക്ടീരിയൽ എൻസൈം വന്നിട്ട് ആക്ട് ചെയ്തിട്ട് യൂറോബിലിനോജനാക്കി മാറ്റും. ഓക്കെ, യൂറോബിലിനോജൻ. ഓക്കെ, അപ്പോൾ കോൺജുഗേറ്റഡ് ബിലിറുബിൻ ഇലിയം കോളോൺ ഭാഗത്തെത്തിയ കോൺജുഗേറ്റഡ് ബിലിറുബിനാണ് എത്തിയത്. അതിന് തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും, അൺകോൺജുഗേറ്റഡ് ബിലിറുബിനാക്കി, എന്നിട്ട് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറോബിലിനോജൻ ബൈ സം ബാക്ടീരിയൽ എൻസൈംസ്. ഇനി അതിൻ്റെ ഫേറ്റ്, യൂറോബിലിനോജൻ്റെ ഫേറ്റ് എന്ന് വെച്ചാൽ 90% ഓഫ് ദ യൂറോബിലിനോജൻ undergo oxidation and യൂറോബിലിനോജൻ ഓക്സിഡേസ് എന്ന എൻസൈം ആക്ട് ചെയ്തിട്ട് സ്റ്റെർക്കോബിലിനോജൻ ഫോം ചെയ്യും. എന്നിട്ട് ഈ സ്റ്റെർക്കോബിലിനോജൻ ശരിക്കും കളർലെസ് ആണ്. അത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കാരണം ഓക്സിഡൈസ് ആകും. കണ്ട, യൂറോബിലിനോജനും സ്റ്റെർക്കോബിലിനോജനൊക്കെ എന്താണ്, കളർലെസ് ആണ്. ഇറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കാരണം ഓക്സിഡൈസ് ആകുന്ന സമയത്ത് ഇറ്റ് ഈസ് കൺവേർട്ട് ഇൻ ടു യൂറോബിലിനോ സ്റ്റെർക്കോബിലിനോട്ട് ആയി മാറും. അപ്പോൾ അത് കളേർഡാണ്. ഓക്കെ, ഈ സ്റ്റെർക്കോബിലിനോജൻ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ആവും ബൈ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ കാരണമാകുമ്പോൾ സ്റ്റെർക്കോബിലിൻ ആവും. എന്നിട്ട് ഇതെന്താ ഫീസസ് കൂടെ റിമൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്റ്റെർക്കോബിലിനോജനാണ് ഫീസസിന് ഒരു ക്യാരക്ടറിസ്റ്റിക് ബ്രൗൺ കളർ. ഓക്കെ, ബ്രൗൺ കളർ കൊടുക്കുന്നത് ആരാണ്, സ്റ്റെർക്കോബിലിനാണ്. ബിലിനോജൻ എന്ന് പറയുന്നത് ബിലിൻ എന്ന് പറഞ്ഞാൽ മതി. കാരണം സ്റ്റെർക്കോബിലിനോജൻ കളർലെസ് ആണ്, സ്റ്റെർക്കോബിലിൻക്കാണ് കളറുള്ളത്. ഇനി അപ്പോൾ 90% അങ്ങനെ പോകും. 10% ബാക്കി 10-ത്തെ കുറച്ച് ഭാഗം ഇറ്റ് ഈസ് ടേക്കൺ ഇൻ ടു എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ ആൻഡ് ഇറ്റ് ഈസ് മെറ്റബോളൈസ്ഡ് ബൈ ദ ലിവർ. അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം കിഡ്നി കിഡ്നിയിൽ നിന്ന് എന്താവും, യൂറോബിലിനോജൻ എന്തായി മാറും, യൂറോബിലിനായി മാറും. യൂറോബിലിൻ ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ ദ യൂറിൻ. അതുകൊണ്ടാണ് യൂറിൻക്ക് എന്ത് കളറ്, യെല്ലോ കളർ. അപ്പം യൂറിൻക്ക് യെല്ലോ കളർ കൊടുക്കുന്നത് യൂറോബിലിൻ. ഫീസസിന് നോർമൽ ഫീസസിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, ബ്രൗൺ കളർ അല്ലല്ലോ. ശരിക്കും സ്റ്റെർക്കോബിലിനോജൻ മാത്രമല്ല ഉണ്ടാവുക, കുറച്ച് യൂറോബിലിനോജനും കൂടെ ഉണ്ടാവും. ഏതിൽ, നമ്മുടെ ഫീസസിൽ യൂറോബിലിനും ഉണ്ടാവും സ്റ്റെർക്കോബിലിനും ഉണ്ടാവും. ആ രണ്ടിൻ്റെയും കൂടെ കളർ കാരണമാണ് നമ്മുടെ നോർമൽ ഫീസസിന് ഒരു ക്യാരക്ടറിസ്റ്റിക് കളർ വരുന്നത്. യൂറോബിലിൻ ആൻഡ് സ്റ്റെർക്കോബിലിൻ ഗിവ് എ ഫീസസ് ക്യാരക്ടറിസ്റ്റിക് കളർ, ഒരു ക്യാരക്ടറിസ്റ്റിക് കളർ കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റെർക്കോബിലിൻ്റെ ലെവലാണ് കൂടുതൽ എങ്കിൽ എന്ത് സംഭവിക്കും, സ്റ്റെർക്കോബിലിനോജൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം സ്റ്റെർക്കോബിലിനോജൻ എന്ത് ചെയ്യും, വേഗം ഓക്സിഡൈസ് ആയിട്ട് സ്റ്റെർക്കോബിലിനായി മാറും. ഓക്കെ, അപ്പോൾ സ്റ്റെർക്കോബിലിനോജൻ കുറേ ഉണ്ട് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം സ്റ്റെർക്കോബിലിൻ കൂടുതലുണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെർക്കോബിലിന് നല്ല കൂടിക്കഴിഞ്ഞാൽ ഫീസസിനൊരു ബ്രൗൺ കളറിൻ്റെ കുറേ കളർ, നല്ലൊരു ബ്രൗൺ കളർ നല്ലോണം വരും. ഇനി ഈ ടോപ്പിക്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ് ഇതിൻ്റെ പാരലായിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്, ഹീം കെറ്റബോളിസം പറഞ്ഞ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞ്, ബിലിറുബിൻ്റെ സിന്തസിസും പറഞ്ഞ് അതിൻ്റെ ഓരോ ഫേറ്റ്, അതെന്താ പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ആ സാധനങ്ങൾ പറഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ